ഗൈസ്, അപ്പോൾ ഈ ആഴ്ചത്തെ പ്രീമിയർ ലീഗിലെ മാച്ച് വീക്കിലേക്ക് വരുമ്പോഴത്തേക്കും ബിഗ് ടീംസായ മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ ആൻഡ് ആർസണൽ എല്ലാം ജയിച്ച ഒരു മാച്ച് വീക്കായിരുന്നു. സോ ആർസണലിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ എന്താ പറയുക, ആർസണലും അതേപോലെ തന്നെ ടോട്ടൻഹാമായിട്ടായിരുന്നു ആ ഒരു മാച്ച്. സോ ആർസണൽ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് വെച്ച് എന്താ പറയുക, ആ ഒരു പ്രീമിയർ ലീഗ് ഈ പ്രാവശ്യം ബോട്ടിൽ ചെയ്യുന്നൊരു തോന്നലാണ് വരുത്തിയത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും എസയും ഗോക്കറസ് എല്ലാം കിട്ടിലായിട്ട് കളിച്ചായിരുന്നു. ആർസണൽ 4-1 എന്നൊരു സ്കോർ ലൈനിൽ ആർസണലിന് വിജയിക്കാൻ സാധിച്ചു. അത്യാവശ്യം കിട്ടലായിട്ട് തന്നെയാണ് ആർസണൽ കളിച്ചത്. ഇനിയിപ്പോൾ സിറ്റീൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ സിറ്റിയും ന്യൂകാസിലുമായിട്ടായിരുന്നു മാച്ച്. എന്താ പറയുക, ഒരു മാച്ച് തുടങ്ങുന്ന മുമ്പ് എനിക്കൊരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താ പറയുക, ന്യൂകാസിൽ ഒരു ഡ്രോ ആകാൻ ചാൻസ് ഉണ്ടാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂകാസിൽ അതിനു മുമ്പത്തെ ചാമ്പ്യൻസ് ലീഗിലെ മാച്ച് വീക്കിൽ 6-1 ഒരു സ്കോർ ലൈനിലൊക്കെ ജയിച്ച് കിട്ടലായിട്ടൊരു ഫോമിൽ നിൽക്കുന്ന ടൈമായിരുന്നു. എന്നാൽ പോലും സിറ്റി എന്താ പറയുക, ആ ഒരു ബിഗ് ടീം എന്ന നിലയിൽ സിറ്റി അത്യാവശ്യം കിട്ടലായിട്ട് തന്നെ കളിച്ചു. സിറ്റി ജയിച്ച് എന്തായാലും കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലിവർപൂളിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ എന്താ പറയുക, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിട്ടായിരുന്നു അവരുടെ ആ ഒരു മാച്ച്. സോ ഫസ്റ്റ് ഹാഫിലെ ലിവർപൂളിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഒരു അൾട്രാ ട്രാഷ് ആയിരുന്നു. കാരണം എന്താ പറയുക, മര്യാദക്കൊന്നും ചാൻസ് പോലും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണെങ്കിൽ അടിപൊളിയായിട്ട് കളിച്ചു, അവർക്ക് കിട്ടിയ ചാൻസ് ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ലിവർപൂൾ എങ്ങനെയൊക്കെയോ എന്താ പറയുക, അവർക്കൊരു 3 പോയിൻ്റ് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണെങ്കിൽ നാളെ മാച്ചുണ്ട്. സോ എന്താ പറയുക, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ എന്താ പറയുക, ഈ പ്രാവശ്യം 4ാം സ്ഥാനത്തേക്ക് കയറാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് യുണൈറ്റഡിൻ്റെ ഫ്രണ്ടിലുള്ളത്. സോ ഈ ഒരു സീസൺ തീരുമ്പോഴത്തേക്കും എന്താ പറയുക, ചെൽസി, ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ 3 ടീമുകളിൽ ഏതായിരിക്കും ആ ഒരു ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒന്ന് അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും.